ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. നമ്മുടെ ആരു ബേബിയുടെ വെഡ്ഡിംഗ് പർച്ചേസിന് പോകാൻ ഞാൻ റെഡിയായിരിക്കുകയാണ്. പുള്ളിക്കാരി വന്നിട്ടില്ല, പുറത്ത് നല്ല മഴയാണ്. ആ മഴയുടെ സൗണ്ട് ഉണ്ട്. അതുപോലെ ഞാൻ ഇവിടെ ട്യൂബ് ഇട്ടേക്കുന്നത് കൊണ്ടും പുറത്തെ മങ്ങിയ വെട്ടം കൊണ്ടും എൻ്റെ ഫേസ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല, എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതുപോലെ വോയിസും കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഒച്ചത്തിൽ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് ഒരു 3-4 കടകളിൽ കയറി ഇറങ്ങി പർച്ചേസ് ചെയ്യേണ്ടി വരും. വെഡ്ഡിംഗ് പർച്ചേസ് ആകുമ്പോൾ അറിയാമല്ലോ, നമ്മളൊരു കടയിലൊന്നും ഒതുങ്ങില്ല. അപ്പോൾ എങ്ങനെയാണെന്നൊന്നും കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. എന്തായാലും എൻ്റെ കൂടെ അങ്ങനെ നമ്മുടെ കല്യാണ പെണ്ണ് എത്തി. കോയിസ് ആ കണ്ണാടി വെക്ക് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പൊളിക്കും, നമ്മളിന്ന് തുടങ്ങുന്നു. അതെ, ഓക്കെ, കമോൺ. അങ്ങനെ രണ്ടുപേരും കൂടി രാവിലെ കാവടി തുള്ളി പോയതായിരുന്നു. പക്ഷെ ഫുൾ ഫ്ലോപ്പായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയായിരുന്നു. മഴ വെയിൽ ആ ഒരു അവസ്ഥയായിരുന്നു തിരുവനന്തപുരം ഫുള്ളായിട്ട്. 2 വീലറിൽ പോയതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഫുൾ നനഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞങ്ങൾ ആദ്യം സെക്രട്ടേറിയറ്റിൻ്റെ അടുത്തുള്ള സ്റ്റുഡിയോയിലായിരുന്നു കയറിയത്. അവിടെ കളക്ഷൻസ് ഉണ്ട്, പക്ഷേ കുറച്ച് കാഷ്വൽസ് വിയേഴ്സ് എടുക്കാൻ കയറിയതായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ അധികം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് കയറിയതുമല്ലേ എന്ന് പറഞ്ഞ് നിന്ന് കറങ്ങിയിട്ട് കുറച്ച് കോസ്മെറ്റിക്സ് ഐറ്റംസ് എടുത്തുകൊണ്ടാണ് ഇറങ്ങിയത്. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ലൈറ്റൊക്കെ ഉള്ള വലിയ കണ്ണാടി കൊണ്ടായിരുന്നു. അങ്ങനെ ഞാനും ആരതിയും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ പോത്തീസ് ആയിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ പോത്തീസിൻ്റെ അവിടെ നമുക്ക് കയറാൻ പറ്റിയില്ല. അവിടെ കുറച്ച് ട്രാഫിക് ആയതുകൊണ്ടും മഴ ആയതുകൊണ്ട് നേരെ ജയലക്ഷ്മി പോയി. അപ്പോൾ ജയലക്ഷ്മി ചെന്നിട്ട് അവിടെ നിന്ന് സാരി എടുക്കാം എന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ സാരി സെക്ഷൻ വന്നിട്ട് ഫസ്റ്റ് ഫ്ലോർ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നേരെ സാരി എടുക്കാൻ കയറി. നമ്മൾ എന്തെടുക്കാൻ വന്നിരിക്കുന്നത്? കല്യാണം. ഓക്കെ, അങ്ങനെല്ലാം നമ്മൾ മണിമണിയായിട്ട് പറയണം. ഈ പെൺകുട്ടികൾ ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. ഞാനും ആരതിയും കൂടി അവിടെ ഉണ്ടായിരുന്ന എല്ലാ സാരികളും ഇങ്ങനെ മാറി മാറി വെച്ച് നോക്കി. ലാസ്റ്റ് ആ സെയിൽസ് ഗേൾ ചേച്ചി അടി തരും എന്നായപ്പോൾ നിർത്തിയതാണ്. പക്ഷെ എല്ലാത്തിൻ്റെയും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ സത്യാവസ്ഥ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നുമല്ല ഞാൻ എടുത്തത്. ഈ കളറും അല്ല, ഈ പാറ്റേണും അല്ല, ഈ ഡിസൈനും അല്ല. ഫുള്ളായിട്ട് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് ഞാൻ എടുത്തത്. അത് ഞാൻ അവളുടെ കല്യാണത്തിൻ്റെ അന്ന് ഉടുത്ത് വീഡിയോ ഇടുന്നതായിരിക്കും. കൊള്ളൂല, മാറ്റിക്കോ. വക്കീലായോണ്ടായിരിക്കും വെള്ളയും കറുപ്പും തന്നെ എടുക്കുന്നത്. ഞാൻ അവിടെ വച്ചിട്ടെന്നാണ്. ഇത് കഴിഞ്ഞ് ജയലക്ഷ്മി ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു. പിന്നെ അവിടെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് അടുത്ത് പോയത്. രാമചന്ദ്രന് പോയി കുറേ സാധനങ്ങൾ വാങ്ങി. പക്ഷേ ഒരു കടയിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് തിരക്കായിരുന്നു. കാരണം അവിടെ ആടി സെയിൽ നടക്കുമായിരുന്നു, നല്ല തിരക്കായിരുന്നു. ഹലോ ഗൈസ്, അപ്പോൾ രാമചന്ദ്രൻ ചെറിയ രീതിക്കുള്ള പർച്ചേസ് ഒക്കെ കഴിഞ്ഞു. ഇന്ന് നമ്മൾ എവിടെ പോകുന്നു? മെയിനായിട്ട് സാധനം വാങ്ങാൻ വന്നത് എടുക്കാൻ പോകുന്നു. അങ്ങനെ കുറച്ച് പർച്ചേസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആർക്കയിൽ പോയി. ആർക്കയിൽ പോയിട്ട് ഹാൽദിക്കും തലേ ദിവസമായിട്ടാണ് ഡ്രസ്സ് എടുത്തത്. ഇത് ഞങ്ങൾ നോക്കിയായിരുന്നു ചെറുതായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2-3 ഡ്രസ്സും കൂടി നോക്കി. എല്ലാത്തിൻ്റെയും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഈ പച്ച വച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, അതും ഒരുവിധം ഓക്കെ ആയിരുന്നു. പിന്നെ ഇനി ഒരു ഡ്രസ്സും കൂടി ഞങ്ങൾ നോക്കി. ഇതിൽ ഒന്നാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഹാൽദിക്കായിട്ട്. ഏതെന്ന് വഴിയേ വരും. പർച്ചേസിങ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് 4 മണിയായി. വിശന്ന് കുടൽ കരിഞ്ഞു. അങ്ങനെ ഞങ്ങൾ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. ഓർഡർ ചെയ്തിട്ട് തന്നെ കുറേ സമയമായി, അവരിതുവരെ കൊണ്ടുവരുന്നില്ല. അതിൻ്റെ എല്ലാ വിഷമവും ഉണ്ട്. ആ വിഷമത്തിലാണ് ഫോണ് താഴെ വന്ന് വീണത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ മന്തി അവർ കൊണ്ടുവന്നു. നല്ല മന്തിയായിരുന്നു. ഞാൻ ഇതുവരെ കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മന്തിയാണ്. കാരണം ഞാൻ മന്തി അങ്ങനെ കഴിക്കാറില്ല. എനിക്ക് കൂടുതലും ബിരിയാണിയാണ് ഇഷ്ടം. പിന്നെ കടയുടെ പേര് ഞാൻ പറയാത്തത്, എനിക്ക് കടയുടെ പേര് കറക്റ്റ് ഓർമ്മയില്ല, ഞാൻ മറന്നുപോയി. ആരതി എന്നെ കൊണ്ട് പോയതാണ്, അതുകൊണ്ടാണ് ഞാൻ കടയുടെ പേര് പറയാത്തത്. പക്ഷേ നല്ല മന്തിയായിരുന്നു. ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണിലൊരു വെട്ടം വന്നതുപോലെയായിരുന്നു. കാരണം അത്രയും വിശന്നിരുന്നു. ഞാൻ ഫുൾ കംപ്ലീറ്റ് കഴിച്ചു. അത് കഴിഞ്ഞ് ആരതി കഴിച്ച് കഴിയാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അവൾ കുറച്ച് പയ്യെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുന്ന ടൈപ്പാണ്. എൻ്റെ മിക്ക വീഡിയോസിലും കാണുമല്ലോ ആരതി കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ നല്ല മഴയായിരുന്നു, നെടുമങ്ങാട്ടേക്ക് വെച്ച് പിടിച്ചു. അപ്പോൾ ഇന്നൊരു ദിവസം ഇത്രയേ ഉള്ളൂ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.